ഡ്യൂപ്പിനെയോ ബോഡി ഡബിൾസിനെയോ ഉപയോഗിക്കുക എന്നത് സിനിമയിൽ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ ചില സമയത്ത് കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഭിനേതാവിന് അഭിനയിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഡ്യൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് ചിത്രീകരണം പൂർത്തീകരിക്കാറുണ്ട്. നാം സംസാരിക്കുന്നത് സിനിമയിൽ ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടിയോ റിഹേഴ്സലിന് വേണ്ടിയോ ഉപയോഗിക്കുന്ന ബോഡി ഡബിൾസിനെ കുറിച്ചോ അതിസാഹസികമായ നടന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത രംഗങ്ങൾ ചെയ്യുന്ന ഡ്യൂപ്പുകളെ കുറിച്ചോ അല്ല. മറിച്ച് സിനിമ പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയ അഭിനേതാവിന് വേണ്ടി ഡ്യൂപ്പിനെ ഉപയോഗിക്കുകയും ചിത്രീകരണം പൂർത്തീകരിക്കുകയും ചെയ്ത സിനിമകളെ കുറിച്ചാണ്. 1993 PK ബാബുരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഷെവലിയാർ മിഖായൽ. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ശ്രീ തിലകനായിരുന്നു. ബ്രാഹ്മണനോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആര് പാകം ചെയ്താൽ എന്താ സ്വാമി, ഭക്ഷണത്തിന് രുചി വേണം, വൃത്തി വേണം, അതാണ് എന്റെ പ്രിൻസിപ്പൽ. സിനിമയിൽ അദ്ദേഹത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് മറ്റാരോ ആണ്. ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഭാഗങ്ങൾ കണ്ടാൽ അറിയാം ചിത്രം പൂർത്തീകരിക്കാൻ തിലകൻ ഉണ്ടായിരുന്നില്ല എന്ന്. എന്റെ ജീവൻ രക്ഷിച്ചത് റെഡ്ഡിയാണ്. അതെ, ഒരു ദിവസം അയ്യോ ജീവിതകാലം മുഴുവൻ. മുഖം കാണാത്ത രീതിയിൽ കാറിൽ ഇരുന്നു കൊണ്ടുള്ള കഥാപാത്രത്തിന്റെ ഒരു ഷോട്ട് ഡ്യൂപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയും അതിനുശേഷം ആ കഥാപാത്രത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും കാണിക്കുന്ന ഒരു POV ഷോട്ട് ഉപയോഗിക്കുകയും ഡയലോഗ് മാത്രം പറഞ്ഞുകൊണ്ട് ചിത്രം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. 1992 GS വിജയൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ചെപ്പടി വിദ്യ. സുധീഷ്, ശ്രീനിവാസൻ, മാധു, മോനിഷ എന്നിവരായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സിനിമ പൂർത്തിയാക്കും മുമ്പ് തന്നെ നടി മോനിഷ ഒരു കാർ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഭാഗങ്ങളിൽ കഥാപാത്രത്തിന്റെ മുഖം കാണാത്ത രീതിയിലുള്ള ഷോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചിത്രീകരിച്ചത്. അവയെല്ലാം തന്നെ ഡ്യൂപ്പിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തത്. ഈ ഒരു സീനിൽ ഡ്യൂപ്പിന്റെ മുഖം കാണാത്ത രീതിയിലുള്ള ലോങ് ഷോട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ബോധം തെളിയുമ്പോൾ ഇനിയും നിയന്ത്രണം വിട്ടുകൂടുന്നില്ല. ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന നല്ലത്. ഞാനത് ആലോചിക്കാതിരുന്നില്ല. ഡോക്ടർ വന്നിട്ട് തീരുമാനിക്കാമെന്ന് വെച്ചു. ഞാൻ ആംബുലൻസ് അയക്കാം. ശരി ഡോക്ടർ. നായികയെ ആശുപത്രിയിൽ കാണിക്കുന്ന രംഗങ്ങളെല്ലാം തന്നെ പുറം തിരിഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നതും. നടി മരണപ്പെട്ടതുകൊണ്ട് ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഭാഗം ട്രാജിക് എൻഡിംഗ് ആക്കി മാറ്റുകയായിരുന്നെന്നും പറയപ്പെടുന്നു. 2017 ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്ത് ആസിഫ് അലി, ഭാവന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ഹണി ബി 2 സെലിബ്രേഷൻസ്. ആ ചിത്രത്തിലെ വിവാദമായ ഒരു രംഗം അമ്മോ, ഇനി ഇവളായിരിക്കും അവൾ. ഈ ഒരു സീൻ കാണിച്ചതിന് സംവിധായകനെതിരെ നടി പരാതി നൽകിയിരുന്നു. ചിത്രത്തിലെ ചില രംഗങ്ങൾ അഭിനയിക്കാൻ നടി തയ്യാറാവാതിരുന്നപ്പോൾ ബോഡി ഡബിളിനെ ഉപയോഗിച്ചുകൊണ്ട് പിന്നിൽ നിന്നും കാണുന്ന രംഗങ്ങൾ ചിത്രീകരിച്ചു എന്നായിരുന്നു പരാതി നൽകിയത്. മലയാളത്തിന്റെ അനശ്വര താരമാണ് ജയൻ. അദ്ദേഹത്തിന്റെ മരണം 1981 റിലീസ് ചെയ്ത കോളിളക്കം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയായിരുന്നു. ആ ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ പല ഷോട്ടുകളും ബോഡി ഡബിളിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. രാജന് ഇഷ്ടമുള്ള സമ്മാനം കൊടുത്തേക്ക്. രാജ എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചോ. സമയമാകുമ്പോൾ ഞാൻ സുമയോട് ചോദിച്ചോളാം. ഓക്കെ, വരൂ, ഹോട്ടലിലേക്ക് വാ. സോമനുമായുള്ള ഈ സീൻ അദ്ദേഹത്തിന്റെ ബോഡി ഡബിളിനെ കാണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ചിത്രത്തിലെ പല രംഗങ്ങളിലും ഇതുപോലെ പിന്നിൽ നിന്നും മാത്രം കാണിക്കുന്ന ബോഡി ഡബിളിന്റെ ഷോട്ടുകളാണ് കാണിക്കുന്നത്. മുമ്പ് ചിത്രീകരിച്ചു വെച്ച പല ക്ലോസപ്പ് രംഗങ്ങളും അതിനിടയിൽ കാണിക്കുകയും ചെയ്യുന്നു. രാജനോ, ഞാൻ നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് അത്യാവശ്യമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സിനിമ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ 2 താരങ്ങളുടെ ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ബോഡി ഡബിളിനെ കാണിച്ചുകൊണ്ട് കോമ്പിനേഷൻ സീനുകൾ എടുക്കുന്ന പതിവ് അക്കാലത്തുണ്ടായിരുന്നു. സുകുമാരനും ജയനുമായുള്ള ഈ ഒരു കോമ്പിനേഷൻ സീനിൽ അത് വ്യക്തമാണ്. പീറ്റർ കൊന്നത് നീയല്ലേ? അല്ല രാജൻ, ഇവനാണ് പീറ്ററെ കൊന്ന് ശവം നിങ്ങളുടെ വീട്ടിൽ വെച്ചത്. നിന്നെ കൊണ്ട് സത്യം പറയിക്കാനുള്ള വഴി എനിക്കറിയാം. ജയന്റെ മരണത്തിന് ശേഷം ഒരുപാട് സിനിമകൾ പൂർത്തീകരിച്ചത് ബോഡി ഡബിളിനെ കാണിച്ചുകൊണ്ടാണ്. അതിലേക്ക് കടക്കും മുമ്പ് ജയന്റെ ജീവചരിത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? മരണത്തെ ജയിച്ച നായകൻ എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. തിരക്കേറിയ ഈ ജീവിതത്തിൽ പുസ്തക വായന ഏറെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അവിടെയാണ് ഓഡിയോ ബുക്സ് ശ്രദ്ധേയമാകുന്നത്. ഒരുപാട് പേർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഓഡിയോ ബുക്ക് ആപ്ലിക്കേഷനാണ് കുക്കു FM.
കുക്കു FM-ൽ ഇപ്പോൾ ഓഡിയോ ബുക്കായി ജയന്റെ ജീവചരിത്രം ലഭ്യമാണ്. മലയാളത്തിൽ ഉൾപ്പെടെ ഒരുപാട് ഭാഷകളിൽ ഒരുപാട് പുസ്തകങ്ങളുടെ ഓഡിയോ വേർഷൻസ് കുക്കു FM-ൽ ലഭ്യമാണ്. ഈ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചോ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. KMM50 എന്ന ഞങ്ങളുടെ കോഡ് ഉപയോഗിച്ച് എൻട്രി ചെയ്യുകയാണെങ്കിൽ മെമ്പർഷിപ്പ് ഫീസിൽ നിന്നും 50% ഡിസ്കൗണ്ട് ലഭിക്കും. ആദ്യം കൂപ്പൺ കോഡ് ഉപയോഗിക്കുന്ന 250 പേർക്ക് മാത്രമായിരിക്കും ഈ സൗകര്യം ലഭ്യമാവുക. 199 രൂപ മാത്രം ചിലവഴിച്ചാൽ ലോക പ്രശസ്ത എഴുത്തുകാരുടെ പുസ്തകങ്ങൾ മലയാളത്തിൽ ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ലഭ്യമാകും. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഉള്ള സമയങ്ങളിൽ പുസ്തകം ഇഷ്ടം പോലെ കേൾക്കാം. ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ. രസകരമായ രീതിയിൽ അറിവ് ആസ്വദിച്ചു നേടൂ. പറയിക്കാൻ ക്ഷമിക്കാതിരിക്കുകയാണ് ഭംഗി. എന്നല്ലാതെ തന്നെ നമുക്കൊന്ന് കണ്ടുകളയാവടാ. 1981 അഗ്നിശരം എന്ന സിനിമയിൽ ജയന്റെ പഴയ സിനിമയിലെ സീനുകളും ബോഡി ഡബിളിനെയും കാണിച്ചുകൊണ്ടാണ് ചിത്രം പൂർത്തീകരിച്ചത്. പറയില്ല അല്ലേ? 1981 ആക്രമണം എന്ന സിനിമയിൽ ജയന്റെ മരണം കാണിച്ചിരിക്കുന്നത് പഴയ സിനിമയിലെ സീനും ബോഡി ഡബിളിനെയും ഉപയോഗിച്ചുകൊണ്ട്. 1981 മറ്റൊരു ചിത്രമായ അറിയപ്പെടാത്ത രഹസ്യം എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്തും ജയന് പകരം ബോഡി ഡബിളിനെ മാത്രമാണ് കാണിക്കുന്നത്. ക്ലൈമാക്സ് ഫൈറ്റിൽ ജയന്റെ മുഖം കാണിക്കാതെ ആ കഥാപാത്രത്തെ ഒരിടത്ത് പൂട്ടിയിടുന്നതായി കാണിക്കുകയാണ് ചെയ്യുന്നത്. 2011 വൈശാഖ് സംവിധാനം ചെയ്ത മൾട്ടി സ്റ്റാർ ചിത്രമാണ് സീനിയേഴ്സ്. മാത്രം ഒതുങ്ങുന്നില്ല എന്നാണ് ഇമ്മാനുവൽ കാന്റ് പറയുന്നത്. ഇതിനെ നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം. സൗന്ദര്യം ഒരു ബാഹ്യ വസ്തുവല്ല, ഒന്നുകൂടി സമയം പേഴ്സണലൈസ്ഡും ജനറലൈസ്ഡും ആകുന്നു. ഈ രംഗം ചിത്രീകരിക്കാൻ ബോഡി ഡബിളിനെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നടി ലക്ഷ്മിപ്രിയ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. 1987 സത്യനന്ദിക്കാട് ചിത്രം നാടോടിക്കാറ്റ് സിനിമയിലെ ക്ലൈമാക്സ് ഭാഗങ്ങൾ ചിത്രീകരിച്ചതെല്ലാം തന്നെ ശ്രീതിലകന്റെ അഭാവത്തിലായിരുന്നു. അദ്ദേഹത്തെ കാണിച്ചിരിക്കുന്ന എല്ലാ ഷോട്ടുകളിലും ബോഡി ഡബിളിനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹലോ മിസ്റ്റർ പെരേര. ഹലോ മിസ്റ്റർ നമ്പ്യാർ. വളരെ രസകരമായി തന്നെ മുഖം കാണാതെ ആ ഷോട്ടുകൾ ചിത്രീകരിച്ചു. ചതിച്ചു സാർ. ആ സിഐഡികൾ വരുന്നു, കൂടെ ഒരു ഗ്രൂപ്പും ഉണ്ട്. ക്ലൈമാക്സ് ഫൈറ്റ് തുടങ്ങുമ്പോൾ തന്നെ തിലകന്റെ കഥാപാത്രത്തെ ഒരു ടിന്നകത്തേക്ക് വീഴുന്നതും കാണിക്കുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നുമില്ല. 2004 സഞ്ജീവ് ശിവൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് അപരിചിതൻ. ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മഞ്ഞയായിരുന്നു. ഇവിടെ വേറെ വല്ല സ്ഥലവും കിട്ടുമല്ലോ. എത്ര ഏക്കർ എടുക്കും? പക്ഷേ ചിത്രത്തിന്റെ ക്ലൈമാക്സ് എത്തുമ്പോൾ മഞ്ഞയെ കാണിക്കുന്നില്ല. ആ കഥാപാത്രം വളരെ ദൂരെ നിൽക്കുന്നതായി ഒരു ട്യൂബിനെ ഉപയോഗിച്ച് കാണിക്കുകയായിരുന്നു. മുഖം കാണാത്ത രീതിയിലുള്ള ഇങ്ങനൊരു ഷോട്ടോട് കൂടി ചിത്രം അവസാനിക്കുകയും ചെയ്യുന്നു. ഒരു വർഷം മുമ്പ് അരുൺ ആയിരുന്നു ഇക്കാര്യം കമന്റ് ചെയ്തത്. മലയാള സിനിമയിൽ ഇനിയും ഒരുപാട് രംഗങ്ങൾ ഇതുപോലെ ബോഡി ഡബിളിനെ ഉപയോഗിച്ചുകൊണ്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്നവ കമന്റ് ചെയ്യുമല്ലോ. ഓഡിയോ ബുക്സ് കേൾക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് കുക്കു FM ഡൗൺലോഡ് ചെയ്യുമല്ലോ. കൂടുതൽ രസകരമായ സിനിമാ വിശേഷങ്ങളുമായി വരാം. പീസ്.